ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കൊണ്ടുള്ള വടയായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ 4 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ പകുതി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത ഗ്രീൻ പീസ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ബാക്കി പകുതി ഗ്രീൻ പീസ് ഒന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർക്കുക. പിന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് പിന്നീട് കുറച്ചധികം കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊരു ബോളാക്കി എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഒരു ബോളാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് പരിപ്പ് വടൻ്റെ ഷേപ്പിലൊന്ന് പരത്തി എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പരിപ്പ് വടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ സ്നാക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത്. ഇനി അടുത്ത വീഡിയോ കാണാം. ശരി.